ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ യൂണിഫോം കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതൊരു കാര്യം പറയാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഇതും എൻ്റെ പുതിയ യൂണിഫോം തന്നെയാണ്. ഞാൻ 3 കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും എൻ്റെ യൂണിഫോമാണ്. നന്നായിട്ടില്ലേ? എനിക്കിത് കുറച്ചുകൂടെ ഇഷ്ടമായി. ഒരു ന്യൂഡ് കളറാണ്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയാം, സ്കിൻ കളർ എന്നൊക്കെ പറയാം. ആ ഒരു കളറാണ് വന്നിരിക്കുന്നത്. ഒരു ഹൈ നെക്ക് പാറ്റേൺ, ക്ലോസ്ഡ് നെക്കാണ്. അവിടെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കാലം, ഇതാണ് കാലം, നോർമൽ കാലം. ഓക്കെ, ഇതാണ് എൻ്റെ യൂണിഫോം. ഞാൻ ഇന്നലെ ഈ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞു, കോളേജിനെ കുറിച്ച് പറഞ്ഞു, പഴയ കാലത്തെ ഓർമ്മകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിന്റെ നിർമ്മാതാവിനെ കുറിച്ച് ഞാൻ ഒരു അക്ഷരം എഴുതിയില്ല. അപ്പൊ എനിക്കതൊരു കുറ്റബോധമായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിന്റെ നിർമ്മാതാവിനെ കൂടി പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചത്. ആക്ച്വലി നിർമ്മാതാവ് ഇവിടെ വന്നിട്ടില്ല. നിർമ്മാതാവ് എൻ്റെ അനിയത്തിയാണ്. ഇത് സ്റ്റിച്ച് ചെയ്തത് എൻ്റെ അനിയത്തിയാണ്. അപ്പൊ അതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം അവൾ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഇത്ര പെർഫെക്റ്റ് ആയി നല്ല വൃത്തിയിൽ ഒരു സാധാരണ മെഷീനാണ്. എന്നിട്ടും അവൾ ഇത്രയും വൃത്തിയായി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അവളൊരു ആർട്ടിസ്റ്റ് ആണ് എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാതെ പറ്റില്ലല്ലോ. എന്ത് ചെറുപ്പത്തിൽ ഞാനായിരുന്നു കൂടുതൽ സ്റ്റിച്ചിങ്ങിനോട് കമ്പം കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ മെഷീൻ അതൊരു മൂലയ്ക്ക് കിടക്കുന്നത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവൾ ഇതൊരു പ്രൊഫഷനായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. അതെനിക്ക് ഈ സംഭവം ഇഷ്ടമായപ്പോൾ കാണിച്ചു തരണം തോന്നി. അതുകൊണ്ടാണ് വന്നത്. ഒരു യൂണിഫോമും കൂടി ഉണ്ട്, അത് കാണിച്ചു തരട്ടെ. ഈ കളർ എങ്ങനെയുണ്ട്? എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. കുറച്ച് വൈബ്രന്റ് ആയിട്ടില്ലേ? പക്ഷെ ക്യാമറയിൽ കാണുന്ന കളറല്ല കേട്ടോ നേരിട്ട്. ഇതൊരു ഡാർക്ക് പിങ്ക്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ശരി നിങ്ങൾ കാണുന്ന പോലെ കണ്ടാൽ മതി. എനിക്ക് ഇന്ന കളർ പറയാൻ പറ്റുന്നില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് സിമ്പിൾ ബട്ടൺസ് ഒക്കെ പിടിപ്പിച്ച് സെയിം നെക്ക് നന്നായിട്ടല്ലേ? പാൻറ് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ, സോറി, പാൻറ് ഞാൻ മാറ്റിയിട്ടില്ല. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പുറത്തേക്ക് പോകുമ്പോഴും ഉപയോഗിക്കാല്ലേ? ഇപ്പോൾ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി. ഈ ഒരു ലോക്കൽ ലുക്കിൽ വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും? വീട്ടമ്മമാർക്കൊക്കെ മനസ്സിലാവായിരിക്കും. എത്ര ഡ്രസ് ഇട്ടിട്ട് വന്നാലും, നല്ല ഹെവി ഡ്രസ് ഇട്ടാലും ഈ ലോക്കൽ ഡ്രസ്സിൽ വരുമ്പോൾ ഒരു സുഖമാണ്. അതുകൊണ്ട് തന്നെ ചിഞ്ചിൻ ചിഞ്ചിൻ. പക്ഷേ ആ ഒരു ക്ഷീണമൊക്കെ മാറിയില്ലേ? നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ വലിയ ക്ഷീണം തോന്നുന്നില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിപ്പോൾ കുറച്ചൊക്കെയാണ്, മരുന്ന് കഴിക്കുന്നുണ്ട്, ഭക്ഷണം അത്യാവശ്യം കഴിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കാം. പിന്നെ ഇഷ്ടം അല്ലാത്തത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇഷ്ടം കൂടുതലുള്ളതൊക്കെ ഒഴിവാക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി നോക്കാല്ലേ? എന്തായാലും എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കുക, ഫുഡ് പ്രോപ്പറാക്കുക, ഉറങ്ങുക, സ്ട്രെയിൻ എടുക്കാണ്ടിരിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.